ഹായ് ഫ്രണ്ട്സ്, പിലിഭിത്ത് ടൈഗർ റിസർവിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഉത്തർപ്രദേശ് നേപ്പാൾ ബോർഡർ സ്ഥിതി ചെയ്യുന്ന 310 സ്ക്വയർ മൈൽ ഏരിയയിൽ പരന്നു കിടക്കുന്ന ഒരു ടൈഗർ റിസർവാണ് പിലിഭിത്ത് ടൈഗർ റിസർവ്. ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റലായ ലക്നൌവിൽ നിന്ന് 250 കിലോമീറ്റർ ഡിസ്റ്റൻസും ഏകദേശം 5 മണിക്കൂർ യാത്രാ ദൂരവും ഇങ്ങോട്ടുണ്ട്. പിലിഭിത്ത് സിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ മുസ്തഫാബാദ് റേഞ്ചിൽ നിന്നും നമുക്ക് ടൈഗർ സഫാരി ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിനായിട്ടുള്ള ബുക്കിംഗ് എല്ലാം UP ഇക്കോ ടൂറിസം വെബ്സൈറ്റിൽ ലഭ്യമാണ്. പിന്നെ നമ്മൾ പിലിഭിത്തിലേക്കുള്ള ഒരു ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുന്നു. രാവിലെ 6 മണിക്കാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഈ യാത്ര ബുക്ക് ചെയ്തിരിക്കുന്നത് മുസ്തഫാബാദ് റേഞ്ചിൽ നിന്നാണ്. പിലിഭിത്തിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ ദൂരെയാണ് മുസ്തഫാബാദ് റേഞ്ച്. മുസ്തഫാബാദ് റേഞ്ചിലുള്ള ഓഫീസിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. മുമ്പിൽ കാണുന്നത് മുസ്തഫാബാദ് റേഞ്ച് ഓഫീസിനോട് ചേർന്നുള്ള ഒരു ഫാം സ്റ്റേ ആണ്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൂടുതൽ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ സഫാരിക്കായി റെഡി ആയിരിക്കുന്ന വെഹിക്കിൾസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പേഴ്സണൽ വാഹനങ്ങളെല്ലാം നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. മുസ്തഫാബാദ് റേഞ്ചിൽ നിന്നുള്ള ടൈഗർ സഫാരിക്ക് 3500 രൂപയാണ് റേറ്റ്. 4 മണിക്കൂറാണ് ഏകദേശം സമയം. ഒരു സഫാരി വെഹിക്കിൾ 6 പേര് മാത്രമാണ് യാത്ര ചെയ്യാനുള്ള സൗകര്യമുള്ളത്. ബുക്കിംഗ് ഓപ്ഷൻസ് എല്ലാം ഓൺലൈനാണ്. UP ഇക്കോ ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മുടെ ടൈഗർ സഫാരി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. റൂട്ടുകളിലായിട്ടാണ് സഫാരി തിരിച്ചിരിക്കുന്നത്. നമ്മളീ പോകുന്നത് മെയിൻ റോഡിൽ കൂടെ തന്നെയുള്ള ഒരു റൂട്ടിലേക്കാണ്. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയമാണ് പിലിഭിത്ത് ടൈഗർ റിസർവിലെ സഫാരിക്ക് ഏറ്റവും അനുയോജ്യമായ സമയം. ഞങ്ങൾ വന്നിരിക്കുന്നത് മെയിലാണ്. എങ്കിലും വളരെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ. ഇവിടുത്തെ ഫോറസ്റ്റിനെ ചെറായി ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. സാൽ, അതായത് നമ്മുടെ തേക്ക്, ഷോറിയ റോബസ്റ്റ എന്നീ മരങ്ങളുടെയൊക്കെ ഇടതൂർന്നു നിൽക്കുന്ന വനപ്രദേശമാണ് ഈ ടൈഗർ റിസർവ്. ഏകദേശം 2100ഓളം പലതരത്തിലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ ഒത്തിരി കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തിയിരുന്നു. ഈ കാണുന്ന ബ്രിഡ്ജൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയതാണ്. വളരെ പഴയതാണെങ്കിലും അതിനെല്ലാം നല്ല രീതിയിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ ദേശീയ മൃഗമായ റോയൽ ബംഗാൾ ടൈഗറാണ് ഇവിടുത്തെ മേജർ അട്രാക്ഷൻ. കനാൽ ക്രോസ് ചെയ്ത് ചുക്ക സ്പോട്ടിലേക്കുള്ള എൻട്രി പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് നമ്മൾ വലത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. റോയൽ ബംഗാൾ ടൈഗറിനെ കൂടാതെ ലെപ്പേർഡ്, ഡിയർ, ക്രൊക്കഡൈൽ, ഓട്ടർ, ബെയർ, സ്നേക്സ്, മങ്കി, ഫോക്സ്, ജക്കാൾ, ഹൈന, പോർക്കുപൈൻ എന്നിങ്ങനെ 127 പലതരത്തിലുള്ള ആനിമൽസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് തന്നെ ഗൈഡ് നമുക്ക് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ്. ടൈഗർ സ്പോട്ടിങ്ങിനുള്ള മെയിൻ സ്ഥലങ്ങൾ ഈ കനാലിന് സൈഡിലുള്ള ഏരിയ ആണ്. വെള്ളം കുടിക്കാനായിട്ട് ടൈഗർ ഈ ഭാഗത്ത് എത്തുന്നതുകൊണ്ട് സ്പോട്ടിങ്ങിനുള്ള ചാൻസസ് ഈ ഭാഗത്ത് കൂടുതലാണ്. മറ്റ് സ്ഥലങ്ങളിലുള്ള സഫാരി വെഹിക്കിളൊക്കെ നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 556 തരം ബേർഡ്സ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴായി ജംഗിൾ ഫൗൾസ് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ സമയമാണ്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്. ഇവിടെ ജംഗിൾ സഫാരിയൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ച് പോകാൻ സാധിക്കും. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഡിയറിൻ്റെതായിട്ടുള്ള അലാം കോൾസും കേൾക്കാൻ സാധിച്ചു. ടൈഗറിനെ, ലെപ്പേർഡിനെ പോലുള്ള വലിയ ജീവികളെ കണ്ടാലോ അല്ലെങ്കിൽ പരുന്ന് പോലുള്ള വലിയ പക്ഷികളെ കണ്ടാലോ ഡിയർ അലാം കോൾസ് പുറപ്പെടുവിക്കുന്നതാണ്.
നമ്മൾ വാഹനം കുറച്ച് സ്പീഡ് കുറച്ചു. അലാം കോഴ്സ് വന്ന ഡയറക്ഷനിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഒന്നും ആ സൈഡിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ നമ്മൾ ബാരാസിംഗ താൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 12 ശിഖരമുള്ള വലിയ തരത്തിലുള്ള ഒരു മാലിനെയാണ് ബാരാസിംഗ എന്ന് വിളിക്കുന്നത്. ഈ കാണുന്ന ഫോണ്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ബാരാസിംഗ താൾ എന്ന് പേര്. ഇവിടെ നമുക്ക് വാച്ച് ടവേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. ഈ വാച്ച് ടവറിലൊക്കെ നേരത്തെ നമുക്ക് പോകാൻ സാധിക്കുമായിരുന്നു, പക്ഷേ അനുവദനീയമല്ല. ഈ കാണുന്നത് സൈഫൺ കനാലാണ്. again ഒരു എഞ്ചിനീയറിംഗ് മാർബിളാണ്. ഒരു കനാലിന്റെ മുകളിൽ കൂടെ വേറൊരു കനാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ബ്രിട്ടീഷ് ടൈമിൽ ഉണ്ടാക്കിയ പല ബിൽഡിങ്സും വളരെ നല്ല രീതിയിലൂടെ സംരക്ഷിച്ചു പോരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ റോഡ് സൈഡിൽ തന്നെ പഗ് മാർക്സ് കാണുവാനായിട്ട് സാധിച്ചു. ചെറിയ പഗ് മാർക്സ്, അതായത് ഒരു ഫീമെയിൽ ടൈഗറിൻ്റെ പഗ് മാർക്സായിരുന്നു. വളരെ ഫ്രഷ് ആയിട്ടുള്ള പഗ് മാർക്സ് ആയതുകൊണ്ട് ടൈഗറിനെ കുറച്ച് അടുത്ത് തന്നെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചുക്ക സ്പോട്ടിലേക്കുള്ള യാത്രയിലാണ്. ചുക്ക സ്പോട്ട് എന്ന് പറയുന്ന വേറൊരു പേര് ചുക്ക ബീച്ച് എന്നാണ്. പോകുന്ന വഴിക്ക് ടൈഗർ സ്പോട്ടിങ്ങിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് എടുക്കുകയാണ് ഗൈഡുമാർ. പൊതുവെ വളരെയധികം ടൈഗർ സ്പോട്ടിങ്ങിനുള്ള ചാൻസസ് കൂടുതലുള്ള സ്ഥലമാണ് ഫിലിപ്പിൻ ടൈഗർ റിസർവ്. മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇവിടെ ടൈഗർ സ്പോട്ടിങ് നടക്കാറുണ്ട്. ഗ്രാസ്ലാൻഡ് ക്രോസ് ചെയ്ത് പിന്നെ നമ്മൾ ഷാൽ ഫോറസ്റ്റിലേക്ക് കയറിയിരിക്കുന്നു. തൊട്ടടുത്തെത്തി വാഹനം പാർക്ക് ചെയ്തു സ്പോട്ടിലേക്ക് നടന്നു നീങ്ങുകയാണ്. ശാരദ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന മണൽ പരപ്പുള്ള ഒരു സ്ഥലമാണിത്. നമുക്കത് കാണുമ്പോൾ ഈ റിസർവയറിൻ്റെ സൈഡ് കാണുമ്പോൾ ഒരു ബീച്ചിൻ്റെ ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ചുക്ക ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ക്രോക്കഡൈൽ ഇൻഫെസ്റ്റഡ് ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് അനുവദനീയമല്ല.
പ്രശ്നമല്ല. കുറച്ച് നാൾ മുമ്പ് വരെ ഈ മണൽപ്പരപ്പിലൊക്കെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ബീച്ച് എന്ന് വിളിക്കുന്നത്. ഇവിടെ നിന്ന് കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. തൊട്ടടുത്തായി തന്നെ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. ഇവിടെ ടൈഗർ റിസർവ് വരുന്നവർക്ക് താമസിക്കാനായി സൗകര്യം ഒരുക്കിയിരിക്കുന്നത് സൂപ്പർ ബീച്ചിലാണ്. ഇവിടെ 6 ബീച്ച് 3 ഹൗസസ് അവൈലബിൾ ആണ്. പക്ഷേ ലിമിറ്റഡ് നമ്പറാണുള്ളത്. ഈ കാണുന്നത് ട്രീ ഹൗസാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. 1 നൈറ്റിന് ഏകദേശം 9,000 റുപ്പീസാണ് ഇവിടുത്തെ ചാർജസ്. അങ്ങനെ ഞങ്ങൾ സൂപ്പർ ബീച്ചിൽ നിന്ന് തിരിച്ച് ഉള്ള റിട്ടേൺ ജേർണിയിലാണ്. വീണ്ടും നമുക്ക് വാച്ച് ടവേഴ്സൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എങ്കിലും ആദ്യം അലാംകോൾ വന്നതിന് ശേഷം നേരുണ്ടായിരുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ സഫാരി വരുമ്പോൾ 100 സഫാരി ഒരുമിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കാരണം ടൈഗർ സ്പോട്ടിങ്ങുള്ള സാധ്യത. അങ്ങനെ ഞങ്ങളുടെ സഫാരി ഇവിടെ അവസാനിക്കുകയാണ്. റിഫ്രഷ്മെന്റിന് വേണ്ടി ഒരു ചെറിയ ക്യാൻറ്റീനും സോനി ഷോപ്പും ചുക്ക ബീച്ചിൽ അവൈലബിൾ ആണ്. That's it. Thanks for watching. Seven signing off.